ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയിലത്തെ വിശേഷം. അപ്പോൾ ശനിയാഴ്ച എന്ന് പറയുമ്പോൾ അറിയാം, കുട്ടികൾ ഇവിടെയുള്ള ദിവസം പോരാണ്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴയുടെ പ്രശ്നം കാരണം ഹോളിഡേ ആണ്, കുട്ടികൾക്ക് ഒഴിവാണ്. അതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് ഇവിടെ കേട്ടോ. രാവിലെ പതിവിനേക്കാൾ നേരത്തെ ഇവർ എണീറ്റ് അവരുടെ കളികളിൽ തുടങ്ങും. പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ച് ഈ മുറ്റത്ത് ഈ വെള്ളമുള്ള കാരണം അവർ മിണ്ടുമ്പോൾ മുറ്റത്തിറങ്ങുക, വെള്ളത്തിൽ കളിക്കുക, നനഞ്ഞ് ഡ്രസ്സും കൊണ്ട് വരിക, ഇത് തന്നെ ഒരു പണിയായിട്ടാണ് നിൽക്കണം കേട്ടോ. കണ്ണ് തെറ്റി അവർ വെള്ളത്തിലാണ്. അങ്ങനെ രാവിലെ ഞാൻ കുറച്ച് ലേറ്റായിട്ട് എണീറ്റ് കേട്ടോ. ഞാൻ വന്നതേ നോക്കുമ്പോഴേക്കും ഇവിടെ 3 പേരും ഹാജരായി. അവരുടെ ഡാൻസും കളികളും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ്റെ ഫോണിൽ ആരുടെയെങ്കിലും ഫോണെടുത്ത് അത് ടി വിയിലേക്ക് കണക്ട് ചെയ്ത് അവരുടെ 3 പേർക്കും ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് 3 പേരും ഒപ്പം നിന്ന് തുള്ളൽ അവരുടെ പണി കേട്ടോ. അപ്പോൾ അങ്ങനെ 3 ആൾക്കും ഇവർക്ക് മെയിനായിട്ട് റാപ്പ് സോങ്സാണ് കൂടുതൽ ഇഷ്ടം. ചാക്കോച്ചന് റൈംസ് ആണെങ്കിലും അവനും ഇതിൻ്റെ കൂടെ കൂടും കേട്ടോ. അങ്ങനെ അവരുടേതായ ഒരു എന്താ പറയുക, ഒരു ലോകം. അപ്പോൾ അവർ അത് ചെയ്യുമ്പോൾ മുകളിൽ ഒരു മറ്റേ എന്തിട്ട് ബൾബാണ്, മറ്റേ കൊച്ച് LED ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ടാണ്. അപ്പോൾ ഇന്നലെ അവിടെ ഡയോൻ്റെ മോനോട് പറയുന്നുണ്ട്, വായോ നമുക്ക് ഡിസ്കോ ലൈറ്റിൽ കളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്നും പറഞ്ഞു കൊടുത്തിട്ടല്ല, അവരിങ്ങനെ ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരേ കാര്യങ്ങളാട്ടോ. അങ്ങനെ അവരുടെ കളികൾ തകൃതിയായിട്ട് അങ്ങനെ നടക്കണു. ഞാൻ കാണിക്കാം, മിണ്ടുമ്പോൾ എനിക്ക് കാണിക്കാൻ അവരുടെ കളികളാണ് അധിക ഭാഗമുള്ളത്. കാരണം ഞാൻ ഈ മേശപ്പുറത്ത് ഇരുന്നിട്ട് അവിടെ നിന്ന് ഈ ഹാളിലാണ് ഇവരിട്ട് മേയ്ക്കുന്നുണ്ടായിരുന്നത്. ഒരാൾ ഹാളിലും വന്നിരിക്കും. കാരണം ഒരു രക്ഷയില്ല, 3 ആളും കൂടിയിട്ട് എന്തെങ്കിലും വെക്കേഷനുകളാണല്ലോ നമുക്ക് അധിക ഭാഗം ആശുപത്രി കേസുകൾ ഉണ്ടാവാമെന്ന് പണ്ട് തൊട്ടേ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളോട് പറയും. ഹോസ്പിറ്റൽ കേസ് വരെ മുഴുവൻ വെക്കേഷനിലാണ്, കൈയൊടിവ്, കാലൊടിവ്, വീഴ്ച, മുറിവ് ഒക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ തുണികളൊക്കെ മടക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ പാക്കിങ്ങിൻ്റെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. പതിവ് പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ലോക്ക് ബാംഗിൾസാണ്. അപ്പോൾ ഞാനൊരു കാര്യം പ്രത്യേകം പറയാം. ഇന്ന് തൊട്ട് ഞാൻ മുടങ്ങാണ്ട് യൂട്യൂബ് ചാനലിൽ ഡ്രീം കളക്ഷൻസിൻ്റെ 2 മണിക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചാനലിൽ ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എനിക്ക് കുറേ മക്കളുണ്ട് എന്ന് പറയും ഞാൻ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ആ ചാനലിലും പോയി കാണാം. അതായത് ഡ്രീം കളക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം. നമ്മളുടെ ഇഷ്ടംപോലെ വീഡിയോസ് ഇട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇടാൻ വേണ്ടിയിട്ട് കുട്ടികളും തന്നെ മെനക്കെട്ട് ഇറങ്ങിയിട്ട് ഷോർട്സ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ കാണുക, പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഒന്നിട്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ ഞാൻ കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ട് എത്ര മണിക്കാണെന്നും. നമ്മളുടെ നമ്പർ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അപ്പോൾ അങ്ങനെ പിന്നെ പുതിയ കുറേ ആൻറ്റിക്കിൻ്റെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ താമരമാലയായിരുന്നു ഇന്നത്തെ ഒരു എന്താ പറയുക. ഇനി ഓരോ ദിവസം ഓരോ ഐറ്റം കാണിക്കാനാണ്. ഓരോ ദിവസമല്ല, 3 ദിവസം കൂടുമ്പോൾ അങ്ങനെ കണ്ടമാനം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ സേമിയ ഉപ്മാവായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവമാണ് കേട്ടോ. എനിക്കിത് കഴിക്കുമ്പോൾ തമിഴ്നാട്ടിൽ പോയൊരു ഓർമ്മ. പണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ളത്. അന്ന് നമ്മുടെ നാട്ടിലൊന്നും ഈ സേമിയ ഉപ്മാവ് വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അന്ന് ചെല്ലുമ്പോൾ ലൊക്കേഷനിൽ ഈ സേമിയ ഉപ്മാവാണ് തമിഴിൻ്റെ ഇതിൽ വരുമ്പോൾ കിട്ടുക കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് ഇപ്പോഴും ഈ എന്താ പറയുക സേമിയ ഉപ്മാവ് കാണുമ്പോൾ. അപ്പോൾ ഡിവൈനാണ് ഇന്ന് ഉണ്ടാക്കിയത്. ഡിവൈന് ഇങ്ങനെയുള്ള സാധനങ്ങൾ, പ്രത്യേകിച്ച് സാധനങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഡിവൈൻ ചെന്നൈയിൽ തമിഴ്നാട്ടിലായതുകൊണ്ട് തന്നെ ആൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കുറേ കൂടുതൽ ചെയ്യാനായിട്ട് അറിയാം. നല്ല സ്വാദോടുകൂടി ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് അതായിരുന്നു. അങ്ങനെ ഞാൻ എനിക്കിഷ്ടത്തോടു കൂടിയിട്ട് കഴിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴേക്കും വന്നു കൊറിയർ. അപ്പോൾ കൊറിയർ വാങ്ങിക്കുന്ന ആളിപ്പോൾ നമ്മുടെ ചാക്കോച്ചനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിമ്പിളിന് ഒരു കൊറിയർ വന്നതാട്ടോ. അപ്പോൾ അത് മൂപ്പര് ഇങ്ങനെ അടക്കി പിടിച്ചേക്കാം. അപ്പോൾ കൂടെ എനിക്കും ഒരെണ്ണം വന്നു. അപ്പോൾ ഞാനത് കയ്യോടെ തുറന്ന് നിങ്ങളെയും കൂടി കാണിക്കാം കേട്ടോ. ഇവിടെ നിന്നല്ല, പുറമേ നിന്ന് വന്നിട്ടുള്ള ഒരു സംഭവമാണ്. അത് എന്താ പറയുക, ഒരു ഷോ പീസാണ്. അപ്പോൾ 2 എണ്ണം ഉണ്ട്, ഒരു സെറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മളുടെ കയ്യിൽ സാധാരണ ഈ വിളയുടെ കമ്മൽ, മാല, ബ്രേസ്ലെറ്റ്, മോതിരം ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇത് വെറൈറ്റി ഒരു സംഭവമാണ്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇതെനിക്ക് പുറമേ ഒരു ഇവിടുന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ ഡിവൈനോട് പറഞ്ഞു, ഒരെണ്ണം മുകളിൽ കൊണ്ടുവച്ചോ, ഒരെണ്ണം താഴെ ഇടാമെന്ന് പറഞ്ഞു. അതായത് ഈ വിളയുടെ ഒരു ഷോ പീസ്, അത്രയേ ഉള്ളൂ, ഒരു ഹാങ്ങിങ് അങ്ങനെ. അപ്പോൾ അത് ഞാൻ നമ്മളുടെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, എവിടെ ഇട്ടേക്കണേ, എന്താ ഇട്ടേക്കണേ എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാംഗ്ലൂർക്കും ബോംബെക്കൊക്കെ പോകുമ്പോൾ
അവിടെയാണ് ഇങ്ങനത്തെ ഷോ പീസുകൾ കൂടുതൽ കാണാം കേട്ടോ. നമ്മളുടെ നാട്ടിലത്തേക്കാളും അവിടെയാണ് കൂടുതൽ കാണുക. അപ്പോൾ എനിക്കന്ന് ഭയങ്കര ഒരു ഹരമായിരുന്നു ഇങ്ങനത്തെ സംഭവങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഫെൻഷിയുടെ സാധനങ്ങൾ പിന്നെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, അപ്പോൾ എനിക്കതൊക്കെ കാണാനും ഇഷ്ടമാണ്. അതുപോലെ വല്ലവർക്കും ഗിഫ്റ്റ് കൊടുക്കാനും ഇഷ്ടമാണ്. നല്ലതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ അതാക്കിയതിന് ശേഷം ഇന്ന് പേളിൻ്റെ ഫുൾ ബോക്സ് ഒതുക്കലായിരുന്നു എൻ്റെ മെയിൻ പണി കേട്ടോ. അപ്പോൾ സാധാരണ പേളിൻ്റെ ഉണ്ട്, പിന്നെ നെറ്റ് ബോൾ ചെയിൻ ഉണ്ട്, പേളിൻ്റെ നെക്ലസ്സുകൾ, അങ്ങനെ കണ്ടമാനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 3-4 ദിവസമായിട്ട് എൻ്റെ പണി ഇതായിരുന്നു. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ബോക്സിലത്തെയും സാധനം എടുത്തിട്ട് ഒക്കെ മിക്സായി. അപ്പോൾ 6 പിടി, 8 പിടി, 10 പിടി, 2 ലെയർ, 3 ലെയർ, സിംഗിൾ ലെയർ ഒക്കെ ഇങ്ങനെ തരംതിരിച്ച് അതാത് ബോക്സുകളിൽ വെച്ച് അതും എഴുതുമ്പോഴാണ് ഒരാൾ ചോദിക്കുമ്പോൾ നമുക്ക് ഓടിപ്പോയിട്ട് അത് എടുത്തുണ്ടോ ഇല്ലയെന്നും ഒക്കെ പറയാനൊക്കെ പറ്റരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ്റെ ഡ്രസ്സ് കണ്ടോ, പുതിയ ഡ്രസ്സ് 2-3 സെറ്റ് ഓൺലൈനിൽ നിന്ന് വരുത്തിയതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അവന് നല്ല വലിയ ബനിയൻ ഇടുമ്പോൾ നല്ല രസമുണ്ട്. മറ്റേതൊക്കെ ഭയങ്കര ഫിറ്റായിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിത് 2x2 അപ്പോൾ നിങ്ങൾ കുറേ പേര് 2x2 സൈസ് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൊച്ച് ഇതെന്താ പറയുക, ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഡ്രീം കളക്ഷൻസിൽ. അപ്പോൾ അതിൻ്റെ തന്നെ ഫോട്ടോസാണിത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് താല്പര്യമുണ്ടെങ്കിൽ ഒക്കെ നല്ല നല്ല വളകളാട്ടോ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഭംഗിയുള്ള വളയാണ്, ബ്രോഡായിട്ടുള്ള വളയാണ്, റൂബിയും ബ്ലാക്കും കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ ഡ്രീം കളക്ഷൻസിൽ ഇട്ടേക്കണം. എൻ്റെ ഇന്നോ എപ്പോഴോ ഒക്കെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ വീഡിയോസ് ഒന്നിച്ചെടുത്തിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടിരിക്കുക, അല്ലാണ്ട് ഓരോ ദിവസം എടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ 2x2 ബ്ലാക്കും കോറലും പിന്നെ നമ്മളുടെ പേളും അങ്ങനെ 3 സെക്ഷനും കൂടി ഒന്നിച്ച് ഒന്നിച്ച് ആണ് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരുവിധം എല്ലാ സൈസും ഉണ്ട്. പക്ഷേ ഇത് മെയിനായിട്ട് ഞാൻ കാണിക്കുന്നത് 2x2 മാത്രം ഉപയോഗിക്കുന്ന കുട്ടികൾക്ക്, അതായത് കുഞ്ഞു വളകൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2x2 എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ അത് മുകളിൽ ഞാൻ എഴുതിയിട്ടുണ്ട് 2x2 ബ്ലാക്ക് കോറൽ പേൾ എന്നുള്ളത്. അപ്പോൾ അറിയാം ഇത് ചോദിക്കുന്നവർ എനിക്ക് മനസ്സിലാവും ഇത് 2x2 ആണെന്നുള്ളത് കേട്ടോ. അങ്ങനെ ഇന്നത് ക്യാരറ്റ് വാങ്ങി ഉപ്പിലിട്ടു. നമ്മളിങ്ങനെ ഈ വർഷക്കാലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ചൂടുള്ള കാപ്പി അല്ലെങ്കിൽ ഉപ്പിലിട്ടതൊക്കെ തിന്നാനായിട്ട് നല്ല സുഖമാണല്ലേ. അപ്പം ഞാൻ ഡിവൈനോട് ഡിവൈൻ ഇട്ട് തന്നതാട്ടോ. അപ്പോൾ ഇത് രസവും ക്യാബേജ് ഉപ്പേരിയും ഗ്രീൻ പീസ് ഉപ്പേരിയും. അപ്പോൾ അത് കൂട്ടി നല്ല നാടൻ ഊണ്. നമുക്ക് എന്താ പറയുക, ഇറച്ചി ഇന്നലെയൊക്കെ ഹെവി അല്ലായിരുന്നു ഫുഡ്, ഒത്തിരി ഇറച്ചി മീനൊക്കെ അല്ലായിരുന്നു, മീനില്ല ഇറച്ചിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിങ്ങനെ സിമ്പിളായിട്ടുള്ള ഫുഡായിരുന്നു. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നല്ലോണം ഭക്ഷണം കഴിക്കും കേട്ടോ. അല്ലെങ്കിൽ ഞാനൊരു പിടിയേ കഴിക്കുള്ളൂ. ഇങ്ങനെയാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ പാച്ചു അവരൊക്കെ കിടന്നുറങ്ങാൻ പോയി. പാച്ചു കിടന്ന് കളി തുടങ്ങി. അപ്പോഴേക്കും ഡോൺ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ഡിവൈനോടും പിള്ളേരോട് താഴേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. കാരണം ഡോണിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തോമു ഹബ്ബി പോകണമെന്ന് പറയും. അപ്പോൾ അവൻ ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞ് കേക്ക് അവസാനിപ്പിച്ചു. പിന്നെ ഒരു കുഞ്ഞ് പീസും കൂടി ഉണ്ട് ഡിവൈനുള്ളത്. അപ്പോൾ ഡിവൈൻ അത് ഇന്ന് എടുക്കാൻ മറന്നിട്ട് പോയിട്ട്, അപ്പോൾ നാളെ അത് അവസാനിപ്പിക്കാമല്ലോ. അങ്ങനെ അതും കഴിഞ്ഞ് തുണികളൊക്കെ കൊണ്ടുവന്നിട്ട് ഫുൾ ബെഡ്ഷീറ്റുകളാണ്, കുട്ടികളുടെ ബെഡ്ഷീറ്റുകൾ. അപ്പം ഞാൻ അതൊക്കെ മടക്കി ഒരു വശത്ത് വെച്ച് അങ്ങനെ ഡാഡിയും മോളും കൂടി ഇപ്പോൾ അതൊക്കെ പുറത്തേക്കൊന്ന് പോയിട്ടാണ്. കാരണം കുറച്ച് ഒരു പാർസൽ വരാനുണ്ടായിരുന്നു. അപ്പോൾ ആ കൊറിയർ ഓഫീസിലേക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് 2 പാർസൽ വാങ്ങിക്കേണ്ടതുണ്ടായിരുന്നു. ഒരെണ്ണം എത്തിയിട്ടില്ല. അതെന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. സർപ്രൈസാണ്, ലീലാമ്മ കൊടുത്തയച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് ഞാൻ പറയാം, കിട്ടിക്കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ 3 വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് എണീറ്റു. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ എണീറ്റു വന്നു. അപ്പോൾ ഡാഡീൻ്റെ നമ്മളും ജസ്റ്റ് അതൊന്ന് വാങ്ങി കളക്ട് ചെയ്ത് തിരിച്ചു വന്നു. അതുവരെ ഞാനും പാച്ചും കൂടിയിട്ട് ഇവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ സന്ധ്യയായി. സന്ധ്യയല്ല, 4:30-5:30 ആകുമ്പോഴേക്കും എത്തി ഇവിടെ കുട്ടിപ്പട്ടാളങ്ങൾ. അപ്പാപ്പൻ അവിടെ കിടക്കുക. അപ്പാപ്പൻ്റെ മേത്ത് കിടന്നിട്ടുള്ള ഇടിയാണ് കേട്ടോ. പാച്ചും ചാക്കോച്ചനാണ്. തോമു പിന്നെ ഇങ്ങനത്തേനൊന്നും വരില്ല. ഇവിടെ ഇവർ 2 പേരാണ്, ഞാൻ പറയാറില്ലേ, സെറ്റ് ഒപ്പിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ. അങ്ങനെ മെയിൻ കളിയാണ് കേട്ടോ. ചാക്കോച്ചനാണ് മെയിനായിട്ട്. അപ്പോൾ ഇന്നലെ കുറേ പേര് ഡിവൈൻ്റെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു ഡോണിൻ്റെ ചെറുപ്പം കറക്റ്റ് ചാക്കോച്ചൻ്റെ പോലെയാണ്. ശരിക്കും അങ്ങനെ തന്നെ എനിക്ക് ഡിമ്പിളുടെയും തോന്നും, ചാക്കോച്ചൻ്റെ പോലെ തോന്നും, ഇങ്ങനെ ഡോണിൻ്റെ ചെറുപ്പവും തോന്നും. അങ്ങനെയാണ് കേട്ടോ അവൻ്റെ ഒരു പ്രകൃതി. അങ്ങനെ ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് കൊണ്ടുവന്ന് വെച്ച് നല്ല മഴയത്ത് ചൂട്ടോടെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ.
അങ്ങനെ വെച്ച് ഇന്ന് ഞങ്ങൾക്ക് 3 പേർക്കും കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ്റെ ഡ്രസ്സാണ് തോമുട്ടിരിക്കണേ. ഇവരിപ്പോൾ അതേ ഡ്രസ്സ് ബനിയനും ട്രൗസറൊക്കെ ഇട്ട് കാണില്ല, ഇപ്പം തന്നെയേ കാണുള്ളൂ. ഇനി ഇത്തിരി കഴിയുമ്പോൾ കാണാം. ഒരുത്തന്തേ നോക്കിയാൽ ഫോട്ടോസ് എടുക്കണേ. ഇവൻ്റെ പണി ഫോട്ടോ എടുത്തിട്ട് അത് സ്ക്രീൻ സേവറാക്കി ഇടലാണ് കേട്ടോ. അങ്ങനെ ബനിയൻ ഊരി. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ മാച്ച് ഒരാൾ ചെയ്താൽ അടുത്ത ആളും ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ തോമ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാക്കോച്ചന് കൊണ്ടുവന്ന ട്രൗസറും ബനിയനും ഇട്ടത്. അപ്പോൾ ട്രൗസർ കയറണില്ല സത്യത്തിൽ. എന്നാലും അവന് പുതിയത് കൊണ്ടുവന്നപ്പോൾ ഇടാനായിട്ടൊരു പൂതി. മറ്റാളിത് കണ്ടോ, ആകെ എന്താ പറയുക, ഇറങ്ങി കിടക്കുന്നത് തോമു കയറ്റിയിട്ട് കൊടുത്തത്. ഇങ്ങനത്തെ കോമാളിത്തരാണ് കാണിക്കുക. അപ്പം ഞങ്ങൾക്ക് എന്താ പറയുക, ചിരിക്കാനാണ് നേരമുള്ളത്. വഴക്ക് പറഞ്ഞിട്ടൊന്നും 5 പൈസയ്ക്ക് കാര്യമില്ല. കാരണം അവർക്ക് അറിയണില്ല അവർ ചെയ്യുന്നത്. ഇവൻ നേരെ വിപരീതം. ഇവൻ ബനിയനും ട്രൗസറൊക്കെ ഇട്ട് എന്താ പറയുക, ഷൈൻ ചെയ്യാന്ന് പറയില്ലേ, അവനിങ്ങനെ ഓരോ ഗോഷ്ഠി കാണിച്ച് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി, വലിയ ബഹളങ്ങളൊന്നുമില്ല. എന്നാൽ ഒറ്റയ്ക്ക് ഉള്ള അവൻ്റെ കളികളും കാര്യങ്ങളായിട്ട് അവൻ അങ്ങനെ പോവും. പിന്നെ പാച്ചുവിൻ്റെ കൂടെ കിടന്നിട്ട് കളിക്കും കേട്ടോ. അങ്ങനെ എന്നോടാണ് അധിക ഭാഗം. ഞാനിവിടെ ഇരിക്കുമ്പോൾ എന്നോടാണ് കളിയും ബഹളമൊക്കെ, ഒളിച്ച് കളിയും ഓടിക്കളിയും ഒക്കെ അവന് എൻ്റെ കൂടെയാണ്. ഇടയ്ക്ക് വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് വലിച്ച് കൊണ്ടുപോകും. അവന് ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുപോയി എന്തെങ്കിലും കുറേ നേരം എന്തൊക്കെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോരും. അപ്പോൾ അപ്പാപ്പൻ വടി വെറുതെ കയ്യിൽ പിടിച്ചിരിക്കുക. പേടിയുണ്ടായിട്ടൊന്നുമല്ല, എന്നാലും വെറുതെ ഇരിക്കട്ടെ ഒരു വടിയെന്ന് വിചാരിച്ചിട്ട്. കാര്യമൊന്നുമില്ല കേട്ടോ, അടിക്കൊന്നുമില്ല, പാപ്പ അടിക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇവൻ്റെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. ചേട്ടന്മാരെ കളിപ്പിക്കുക, ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും ചാക്കോച്ചൻ, അതാണ്. അങ്ങനെ അവർ ചേട്ടന്മാരിങ്ങനെ ഓടിച്ചാടി കളിക്കലും ബഹളങ്ങളും. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായ കാര്യങ്ങൾ. അപ്പോൾ രാത്രി ഡിവൈൻ്റെ വകയായിരുന്നു, ബീഫ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചപ്പാത്തി പൊറോട്ട എങ്ങാനും വാങ്ങിക്കുമെന്ന്. പക്ഷേ ഡോൺ വരുമ്പോൾ ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി. ആ പണികൾ കഴിച്ചിട്ടാണ് ഡിവൈൻ വന്ന് ആദ്യം ഇരുന്നത്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് താമരമാലയാണ് കേട്ടോ. ഇന്നത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ മെയിൻ ഐറ്റം താമരമാലയായിരുന്നു. അപ്പോൾ മറ്റേ മഞ്ജു വാര്യരുടെ ഇത് വെച്ചിട്ടാണ് എല്ലാവരും അത് വാങ്ങിക്കുന്നത്. അപ്പോൾ നല്ല ഐറ്റമാണ്. അപ്പോൾ കണ്ടമാനം ഓർഡറും കാര്യങ്ങളും വന്നു. അപ്പോൾ ഇനി അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളായിരുന്നു കുട്ടികൾക്ക് 2 പേർക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് കുട്ടികളുടെ ഇടയിൽ കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ എനിക്ക് സെക്കൻഡ് സ്റ്റഡുകൾ ഫുള്ള് ഷീറ്റിലാക്കിയിട്ട് വെക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇന്നത്തെ എൻ്റെ പരിപാടി. അതായത് ഉച്ചവരെ ഞാൻ പേളുമ്പോൾ നിന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം, അതായത് ഒരു 6:30 5:30 ആയപ്പോൾ ഇരുന്നു. ആ സംഭവം മുഴുവൻ കഴിഞ്ഞത് എനിക്കൊരു 9:45 ആയപ്പോഴാണ് എൻ്റെ ആ പരിപാടി മൊത്തം കഴിഞ്ഞത്. കാരണം 23 ഷീറ്റ് ഉണ്ടായിരുന്നു. ആ ഷീറ്റ് കമ്മലുകൾ നിങ്ങൾക്കറിയാം, വിഷുവിൻ്റെ സമയത്താണ് ഞാൻ ഇത് ഓക്കെ ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുള്ളിങ്ങനെ ഡിസോർഡർ ആയപ്പോൾ പിന്നെ ചോദിച്ചപ്പോൾ എനിക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞാനത് വീണ്ടും ഇന്നിരുന്ന് ഫുൾ ഷീറ്റുകൾ ഒരുക്കി വെച്ചു, ഒക്കെ ഒതുക്കി വെച്ചു. നോസ് പിന്നും പിന്നെ നമ്മളുടെ സെക്കൻഡ് സ്റ്റഡും പിന്നെ റിങ്ങുകളും അങ്ങനെയൊക്കെ ആക്കിയിട്ട് കംപ്ലീറ്റ് ഒതുക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കളികളാണത് കേട്ടോ. അപ്പോൾ ആൻസൺ അതിൻ്റെ ഇടയിൽ വിളിച്ചപ്പോൾ നമ്മുടെ ചാക്കോച്ചനാണ് ആൻസാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംസാരം. തോമും പാച്ചും എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് നേരഫലമുണ്ട് സംസാരിക്കാനായിട്ട്. അപ്പോൾ കുറേ നേരം ചാക്കോച്ചനാണ് കുറേ സംസാരിച്ചത് കേട്ടോ. അങ്ങനെ കുറേ വിശേഷങ്ങൾ പറഞ്ഞു. അപ്പോൾ അവൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലങ്ങടായിരുന്നു. അപ്പോൾ അവിടുത്തെ കൊച്ചിനെ കാണിച്ച് അവരുടെ ഫാമിലിയോടൊക്കെ സംസാരിച്ച് കുറേ നേരം അങ്ങനെ അവരവിടെ നിന്നു. ഡിവൈൻ ഇതൊന്നും നോക്കാണ്ട് കാര്യമായിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി പാക്കിങ്ങിൻ്റെ ഒരു മൂഡിലാണ്. അപ്പോൾ ഡിവൈൻ്റെ കഴിഞ്ഞിട്ട് വേണം ഡിമ്പിളിൻ്റെ കഴിഞ്ഞിട്ട് വേണം എനിക്ക്. അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ ചെയ്യുക. രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും അവരുടെ പരിപാടികളൊക്കെ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ പിള്ളേർസ് ഡിവൈനും കുട്ടികളും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഡിവൈൻ്റെ എല്ലാം കഴിഞ്ഞ് പോയി. പിന്നെ ഡിമ്പിൾ എഴുതുന്ന സമയത്താണ് ഞാൻ കിച്ചണൊക്കെ ഒതുക്കുകയും കാര്യങ്ങളും ചെയ്യുക. പിന്നെ 2 പേരും കിടന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുക. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ടാണ് ഞാൻ അതിനിരിക്കുക. അപ്പോൾ പിന്നെ ഈ കണക്കും കാര്യങ്ങളൊക്കെ എഴുതി കഴിയുമ്പോഴേക്കും ഈ പരിപാടിയും കഴിയുമല്ലോ. അങ്ങനെയാണ് എൻ്റെ സാധാരണ ഒരു റൂട്ടീൻ കേട്ടോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചത്. കാരണം എനിക്ക് ആ എടുത്ത പണി എടുത്തു കൊടുത്ത് വെക്കാനായിട്ടുണ്ടായിരുന്നു. അതായത് കണ്ടമാനം കമ്മലുകൾ. നിങ്ങൾക്ക് ഞാൻ സ്റ്റാറ്റസ് 5 എണ്ണം ഇട്ടിട്ടുണ്ട്. പക്ഷേ സ്റ്റാറ്റസ് ഇടാതെ തന്നെ 23 ഷീറ്റ് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പണിയാവും. കാരണം അത് കുനുകുനൂന്നുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതെന്താന്ന് ചോദിച്ച് വരുമ്പോഴേക്കും എനിക്ക് പറ്റാണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 ദിവസം കഴിഞ്ഞിട്ട് അത് ഇടാമെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ 2-4ൻ്റെ ഗോൾഡ് കളർ വളകൾ മാത്രമാണ്. അതായത് മുത്തോ ചെത്തോ ഒന്നുമില്ലാത്ത സാധാരണ നമുക്ക് ഫുൾ ടൈം ഇട്ട് ഉപയോഗിക്കാവുന്ന വളകളുടെ ഫോട്ടോസാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കണവർക്ക് വാങ്ങിക്കാം. പിന്നെ കുറേ പേർക്കൊന്നും അറിയില്ല. എല്ലാവരുടെയും വിചാരം വില കൂടിയ കല്ലുകളുടെ വളകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ നിന്നാണ്. നമ്മുടെ കയ്യിൽ സാധാരണ ഒറ്റവളകൾ തൊട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കാണിക്കാനായിട്ട് ബുദ്ധിമുട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കാണണം എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ മുമ്പ് ഫോൾഡറിൽ ഫോട്ടോസ് മൊത്തം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കംപ്ലീറ്റ് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ പിന്നെ ഫോൺ ഹാങ് ആവണ കാരണം അങ്ങനെ സ്റ്റോർ ചെയ്യേണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങനെ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഡ്രീം കളക്ഷൻസിൻ്റെ വീഡിയോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വീഡിയോയിലും അധികം നേരമില്ല, 4 മിനിറ്റ് 5 മിനിറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ അതും ആദ്യത്തെ ഒരു സെഗ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോട്ടോസ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഫോട്ടോസ് കണ്ട് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യേണ്ട, തുടർന്ന് കാണേണ്ട കാര്യം ഉണ്ടാവില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് അതിൻ്റെ വീഡിയോ നോക്കിയിട്ട് കൊള്ളാലോ എന്നാൽ പിന്നെ എനിക്കിത് വേണം എന്ന് തോന്നിയാൽ ആ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയയ്ക്കുക. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ പാച്ചുവിൻ്റെ പണി എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുവിൻ്റെ വീഡിയോസ് ഇരുന്ന് കാണുക. ഡിംപിൾ റോസ് എന്ന് പറയും. അപ്പോൾ ഇപ്പം അങ്ങനെയാണല്ലോ പറയുക. അപ്പോൾ വരുമ്പോൾ അവൻ അവിടെ നിന്നിട്ട് അമ്മേനെ നോക്കും. എന്നിട്ട് പറയും എനിക്ക് ഈ മമ്മീനെ വേണം, എനിക്ക് മമ്മിയുടെ കൂടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുക പപ്പയുടെ സ്വന്തം അപ്പൂസാണ് കേട്ടോ. കാരണം അതിൽ അങ്ങനെ ആ പാട്ടിൻ്റെ സ്റ്റാർട്ടിങ് അങ്ങനെയുള്ള കൊച്ചു പോയിട്ട് അങ്ങനെ നോക്കണമെന്നാണ്. അപ്പം ഞാൻ പറയായിരുന്നു നമുക്ക് ഉള്ളപ്പോൾ ഒന്നിൻ്റെയും വില അറിയില്ല, ഇല്ലാത്തപ്പോഴാണ് നമ്മൾ അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ നമ്മളതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്യുക അങ്ങനെയാണല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 ദിവസമായി കേട്ടോ ഞാൻ നനച്ചിട്ട്. നല്ല ഈർപ്പുള്ള സമയമാണ്, പിന്നെ ശീതളൊക്കെ അടിച്ചിട്ട് നനവുള്ള കാരണം ഞാൻ പിന്നെ അതിന് പോയില്ല. പക്ഷേ അകത്തത്തെ ചെടികളൊക്കെ ഇന്ന് ഞാൻ നനച്ച് നിന്നിട്ട് കേട്ടോ. ഈ നേരത്താണ് ഞാൻ അതൊക്കെ നനച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഡാഡി പഴം കൊണ്ടുവന്നിട്ട് അങ്ങനെ വെച്ചേക്കണു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ പോയിട്ട് വേണം. ഇന്ന് അക്കയൊക്കെ ഹൈലൈറ്റ് മാളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് പോകണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ കൊറിയർ വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് ഡിംപിളും ഡാഡിയും പോണത്. അത് വാങ്ങിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഞാനും കൂടി പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം പോക്കാവും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാനും പാച്ചും ഇവിടെ നിന്നു. അവരെ മാത്രം വിട്ടു. 15 മിനിറ്റ് കൊണ്ട് അവർ പോയിട്ട് വരികയും ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നത്തെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ പാത്രം കഴുകലും കാര്യങ്ങളാണ്. ഞാനും ഡിംപിളും കഴിച്ച പാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഡിവൈൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിംപിളിനോട് മോൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെയും ക്ലീൻ ചെയ്തു. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം ആയപ്പോൾ കൊതിയോണ്ട് തിന്നോക്കിയപ്പോൾ ശരിക്കും ഉപ്പ് ഏകദേശം പിടിച്ച ഒരു കണ്ടീഷനാണ് കേട്ടോ. സ്വതവേ ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപ്പിലിടുമ്പോൾ എന്തൊക്കെയാണ് ചേർക്കണേന്ന് ഞാൻ ചോദിക്കാറില്ല. നല്ല കരിമ്പ് പോലെ ഇരിക്കും മാങ്ങയും ക്യാരറ്റൊക്കെ. ഞാനൊക്കെ ഇടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അലിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിൽ ഇവിടെ നിൽക്കും കേട്ടോ. ഞങ്ങൾ മുമ്പ് പെരുമ്പാവൂരിൽ നിന്നാണ് ഇങ്ങനെ ഉപ്പിലിട്ടത് വാങ്ങിക്കുക, നല്ല കരിമ്പ് പോലെ. അപ്പോൾ എല്ലാവരും പറയും ബാറ്ററി വാട്ടറിലൊക്കെയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. പക്ഷേ ഇപ്പോൾ ഡിവൈൻ ഇട്ട് തുടങ്ങിയപ്പോൾ മനസ്സിലായി ഒരു ബാറ്ററി വാട്ടറും അല്ല, ശരിക്കുള്ള ആ ഒരു രീതിയിൽ ചെയ്താൽ ഇങ്ങനെ ആവും എന്നുള്ളത് കേട്ടോ. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആവശ്യമുള്ളവർ ഡിവൈനോട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. യൂട്യൂബ് വഴി മറ്റേ കമൻറ്റ്സ് വഴി ചോദിച്ചാലും ഡിവൈൻ പറഞ്ഞു തരും കേട്ടോ. അങ്ങനെ ഇതൊക്കെ 2-8ൻ്റെ കരിമണി ലക്ഷ്മി വളകളാണ്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നതിൻ്റെ ഒപ്പം കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. മണി 12ആയി. ഇനി എനിക്ക് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കണം. അപ്പോൾ ഈ സമയത്ത് അതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന്. സ്ഥലം ഇതൊന്നും അല്ലാട്ടോ, ഇത് ഞാൻ ജസ്റ്റ് വന്നപ്പോൾ ആ കൊളുത്തിലിട്ടതാണ്. ഞാൻ പുറത്തോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇടണം എന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ നല്ല സാധനമാണ്. അപ്പോൾ എനിക്കിതുപോലെ മറ്റേ പണ്ട് ചന്ദ്രലക്ഷ്മണാണ് എനിക്ക് ഫെൻഷിയുടെ ഒരു അപ്പാപ്പനെ തന്നിട്ടുള്ളത്. അന്ന് എനിക്ക് തോന്നുന്നു ഡിംപിൾ 7th പഠിക്കുമ്പോൾ സ്ത്രീ ചെയ്യണ സമയത്താണ്. അന്നത്തെ അത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടി ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കതിനോട് ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, നാളെ ഇനി ഞായറാഴ്ചയാണ്. നാളെയും ഈ തിരക്കും ബഹളമൊക്കെ തന്നെ. ഇനിയിപ്പോൾ തിങ്കളാഴ്ച എന്താ അവസ്ഥ എന്ന് അറിഞ്ഞൂടാ. ക്ലാസ് ഉണ്ടാവുമോ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. മിക്കവാറും ഉണ്ടാവില്ല എന്നാണ് തോന്നണത്, മഴയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അതുപോലെ മറന്നു പറയാനായിട്ട് ഡോണിനെ വിഷ് ചെയ്ത എല്ലാവർക്കും
താങ്ക്സ് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ.